ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസ്മിൻസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങാപ്പാൽ. ഇത് തേങ്ങയുടെ 2ാം പാലായാൽ മതി. കട്ടി കുറവുള്ള തേങ്ങാപ്പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും മാത്രമല്ല, ഭൂരി അതേപോലെ തന്നെ വെള്ളപ്പം എല്ലാത്തിനും ഇത് നല്ല മാച്ചാണ്. ഇനി ഇത് മൂടി വെച്ച് 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുക്കർ തുറക്കണ്ട, ഇതിന് എയർ പോയതിന് ശേഷം തുറന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു തിക്നെസ്സും അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇപ്പോൾ കുക്കറിൽ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല കറക്റ്റ് വേവാണ്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്നുകൂടെ ഓൺ ചെയ്ത് കൊടുക്കാം. കറി ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പതച്ച് വരട്ടെ. നന്നായി വെട്ടി തിളക്കൊന്നും വേണ്ട, ഒന്ന് പതച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓവറായിട്ട് തിളച്ച് പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തേങ്ങാപ്പാൽ ഉള്ളത് കൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കറി. അപ്പോൾ ഈ ഒരു ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് താളിച്ചെടുക്കാം. ചട്ടി ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് 2ആയി കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.